കൂകൂ കൂകൂ തീവണ്ടി, കൂകിപ്പായും തീവണ്ടി, കൽക്കരി തിന്നും തീവണ്ടി, വെള്ളം മോന്തും തീവണ്ടി. ഈ നഴ്സറി ഗാനം കേൾക്കാത്തവരായി ആരും ഉണ്ടാവില്ല. എന്നാൽ നമ്മുടെ നാട്ടിൽ നിന്നും കൽക്കരി തീവണ്ടികൾ ഏതാണ്ട് അപ്രത്യക്ഷമായി തുടങ്ങി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം 37% ഡീസൽ ട്രെയിനുകളും ബാക്കി 63% ഇലക്ട്രിക് ട്രെയിനും ആണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഓടുന്ന ട്രെയിനുകളിൽ ഏതാണ് ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ? നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്. ഏതാണ്ട് 180 km/h ആണ് അതിൻ്റെ സ്പീഡ്. എന്നാൽ വീലുകളും എൻജിനുകളും ഒന്നുമില്ലാത്ത ഒരു ട്രെയിനിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതുമാത്രവുമല്ല, വായുവിൽ പൊങ്ങി നിൽക്കുന്ന ഒരു ട്രെയിൻ. ഇതാണ് ലോകത്തിലെ ഏറ്റവും വേഗത കൂടിയ ട്രെയിൻ. ഈ ട്രെയിനിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? മാഗ്ലേവ്. മാഗ്നറ്റിക് ലെവിറ്റേഷൻ്റെ ചുരുക്കപ്പേരാണ്. ഇവ 2003 ജപ്പാനിലാണ് ഓടിത്തുടങ്ങിയത്. ഇതിൻ്റെ സ്പീഡ് ഏതാണ്ട് 500 km/h ആണ്. പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും ഇവ മാഗ്നറ്റ്സ് മുഖേനയാണ് ഓടുന്നത്. അതാണ് ഇവയെ സാധാരണ ട്രെയിനുകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. ഈ മാഗ്നറ്റുകളുടെ കാന്തശക്തി ഏതാണ്ട് 10 മടങ്ങ് സാധാരണ മാഗ്നറ്റുകളെ അപേക്ഷിച്ച് വർദ്ധിപ്പിച്ചിരിക്കുന്നു. ഇങ്ങനെ വർദ്ധിപ്പിക്കുവാനായി ഇവയെ ബിലോ 0°C ടെമ്പറേച്ചറിലേക്ക് തണുപ്പിച്ചിട്ടുണ്ട്. ഇവയെ സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. ഈ ട്രെയിൻ പോകുന്ന ഗൈഡ് വേയുടെ ഭിത്തികളിലും അതുപോലെ ട്രെയിനിൻ്റെ സൈഡ് ഭിത്തികളിലും മാഗ്നറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രെയിൻ ഓടുന്ന ട്രാക്കിലും ട്രെയിനിൻ്റെ താഴ്ഭാഗത്തും മാഗ്നറ്റുകളുണ്ട്. ഈ മാഗ്നറ്റുകളുടെ പ്രത്യേകത എന്തെന്നാൽ ഇവയിലെല്ലാം തന്നെ ഒരേ തരത്തിലുള്ള പോൾസാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഒരേ തരത്തിലുള്ള പോളുകൾ റിപ്പൽ ചെയ്യും. ട്രാക്കിലുള്ള പോളുകൾ ട്രെയിനിൻ്റെ താഴെയുള്ള പോൾസിനെ റിപ്പൽ ചെയ്യുന്നു. അതുപോലെ വശങ്ങളിലുള്ളവ ഗൈഡ് വേയിൽ നിന്നും തെന്നിപ്പോകാത്ത വിധത്തിൽ അവിടെയുള്ള മാഗ്നറ്റുകളെ റിപ്പൽ ചെയ്യുന്നു. അങ്ങനെ ഏതാണ്ട് 5 തൊട്ട് 10 സെൻറ്റിമീറ്റർ ഉയരത്തിൽ വായുവിൽ ഫ്ലോട്ട് ചെയ്യത്തക്ക വിധത്തിലാണ് ട്രെയിൻ ഓടുന്നത്. ട്രാക്കുമായി യാതൊരു ബന്ധവുമില്ലാത്തത് കാരണം ഈ ട്രെയിനിന് വൈബ്രേഷനോ നോയ്സോ ഒന്നും ബാധിക്കില്ല. അപ്പോൾ ഈ മാഗ്നറ്റുകളുടെ കാന്തശക്തി കൂട്ടാൻ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ഇതിനു വേണ്ടി ഒരു ഇലക്ട്രിക് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ ഈ മാഗ്നറ്റ്സിനെ എനർജൈസ് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭാവിയിൽ ഇന്ത്യയിൽ ഇത്തരം മാഗ്ലേവ് ട്രെയിനുകൾ വരാനുള്ള സാധ്യതയുണ്ടോ? ഇതിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ ഇതിൻ്റെ സർവീസസ്, ഇതിൻ്റെ ഗൈഡ് വേയ്സ്, അതുപോലെ സൂപ്പർ കണ്ടക്ടിംഗ് മാഗ്നറ്റ്സ് ഇവയെല്ലാം ഒരുക്കാനായി തന്നെ ഏകദേശം $30 ബില്യൺ ആവശ്യമാണ്. അങ്ങനെ ഉള്ള ഒരു മുതൽ മുടക്ക് ഉള്ളതുകൊണ്ട് ഭാവിയിൽ ഇന്ത്യയിൽ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എങ്കിലും ഒരു തവണ മാഗ്ലേവ് ട്രെയിനിൽ കയറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ജപ്പാനിലെ ഷാങ്ഹായിലൂടെ യാത്ര ചെയ്താൽ മതിയാകും. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ.